ഭാരതത്തിന്റെ സമുദ്രമേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കും. അതേസമയം ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ ബഹളം കാരണം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഇന്ന് പാർലമെന്റിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയായിരിക്കും? അതോടൊപ്പം തന്നെ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുകയാണല്ലോ. എന്തെല്ലാം സുപ്രധാനമായ നീക്കങ്ങൾക്കും ചർച്ചകൾക്കുമാകും വഴിയൊരുക്കുക? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിൽ ഇന്ന് രണ്ട് സഭകളിലും, അതായത് പാർലമെന്റിന്റെ ഇരുസഭകളിലും മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് 2024 അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കും. നിലവിൽ സഭയുടെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാജ്യസഭയും ലോക്സഭയും എത്രത്തോളം പ്രവർത്തിക്കും ഇന്നും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഇന്നലെ രാജ്യസഭയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തെ കൂടി നീട്ടുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. ആ അജണ്ട രാജ്യസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ രാജ്യസഭ ഇന്നലെ പ്രവർത്തിക്കാതെ പിരിയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലോക്സഭ പ്രതിപക്ഷ ബഹളം കാരണം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാജ്യസഭാ അംഗം കൂടിയായ ഷിബു സോറന്റെ, ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന്റെ മരണത്തെ തുടർന്ന് അനുശോചിച്ചായിരുന്നു പിരിഞ്ഞത്. ഇന്ന് പാർലമെന്റ് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടില്ലെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭയ്ക്കകത്ത് ഇന്നും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. വർഷകാല സമ്മേളനത്തിന്റെ ഈ സഭയുടെ പ്രവൃത്തി ദിവസങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിട്ടുള്ള 3 ദിവസങ്ങളിലൊഴികെ രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി പ്രവർത്തിക്കാനോ ചർച്ചകൾ നടത്താനോ യാതൊരു അവസരവും പ്രതിപക്ഷം നൽകിയിട്ടില്ല. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിനെതിരെ വിവിധ കേന്ദ്രമന്ത്രിമാരും ഒപ്പം സ്പീക്കറും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെ കർത്തവ്യം മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം പെരുമാറുന്നത് എന്ന വിമർശനമാണ് മുതിർന്ന കേന്ദ്രമന്ത്രി JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളോട് ബഹളം പ്രതിപക്ഷ അംഗങ്ങളോട് നിങ്ങളുടെ ഉത്തരവാദിത്വം മറക്കരുതെന്നും ഇതിനാണോ നിങ്ങളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചത് എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. ഏതായാലും മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് ഇന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. NDAയുടെ ഘടകകക്ഷി നേതാക്കൾ, ഒപ്പം BJP ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ പാർലമെന്റിൽ സ്വീകരിക്കുന്ന നയങ്ങൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇത്തരത്തിൽ തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ സംബന്ധിച്ച്, ഒപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 21-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചയും NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അത് സംബന്ധിച്ചൊരു പ്രാഥമിക ചർച്ചകൾ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ തന്നെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായി JP നദ്ദയും കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, NDAയുടെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായി നടത്തിയിട്ടുള്ള യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നത് സംബന്ധിച്ചൊരു പ്രാഥമികമായ ചർച്ച ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് ചേരുന്ന NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർത്താനാണ് ആലോചിക്കുന്നത്. പക്ഷേ വിവിധ കക്ഷികൾ, പ്രത്യേകിച്ച് തൃണമൂൽ ഉൾപ്പെടെയുള്ള കക്ഷികൾ നിലവിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഇന്ത്യ ബ്ലോക്കിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതുകൊണ്ട് അത്തരത്തിൽ സമവായ
സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ നീക്കം എത്രത്തോളം ബാക്കിയുള്ള ഇന്ത്യ മുന്നണിയിലെ ബാക്കിയുള്ള പാർട്ടികൾ കൂടി അംഗീകരിക്കുമെന്ന് നോക്കേണ്ടതാണ്. ഏതായാലും ജഗ്ദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് നിർണായകമായ ചർച്ച ഇന്ന് NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലുണ്ടാകും. പാർലമെന്റ് ഇന്ന് ചേരുമ്പോൾ പ്രതിപക്ഷം ഈ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നിലപാട് തന്നെ തുടരുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ ജിഷ്ണു, ഒരു കാര്യം കൂടി നമുക്കറിയാം, സമ്മേളനത്തിൽ എപ്പോഴും പ്രതിപക്ഷം ബഹളം സൃഷ്ടിച്ച സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം ഈ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. തീരദേശ മേഖലയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഒപ്പം അത്തരത്തിലുള്ള ഭരണ ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024 രൂപകൽപ്പന ചെയ്തിരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഷിപ്പിംഗ് നിയമത്തിലെ നിയമങ്ങൾ ഏകീകരിക്കും, അതിന്റെ ഭരണ സംവിധാനങ്ങൾ ഏകീകരിച്ചുകൊണ്ട് നടപടികൾ സുഗമമാക്കുന്നതും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് അതിനുള്ളൊരു അവസരം സഭയിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. തുടർച്ചയായി ബഹളം വെച്ചുകൊണ്ട് ആ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ബില്ലിന് പുറമെ തന്നെ നിർണായകമായിട്ടുള്ള നിരവധി ബില്ലുകൾ ഈ സഭാ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ, അതായത് ആദായ നികുതി വകുപ്പ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിന്മേലുള്ള ബില്ലുകൾ, പ്രത്യേകിച്ച് പുതിയ 8 ബില്ലുകൾ ഈ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ രണ്ട് തവണ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തുകൊണ്ട് മാറ്റിവെച്ചിട്ടുള്ള പ്രമേയം, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം കഴിഞ്ഞ ദിവസവും അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെക്കുകയും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് സൈനിക നടപടികൾ ശക്തമാക്കുകയും അക്രമികൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം അവതരണവും ബാക്കി നിൽക്കുകയാണ്. അത്തരത്തിൽ നിർണായകമായിട്ടുള്ള ബില്ലുകൾ, പ്രമേയങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഗൗരവമുള്ള ചർച്ചകളും ബില്ലുകളും അവതരിപ്പിക്കാനുള്ള അവസരം പോലും നൽകാതെയാണ് പാർലമെന്റ് നടപടികൾ തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നതും വിഷയങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യമില്ലാതെയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ സമകാലീന കാലഘട്ടത്തിൽ വരുന്ന വിഷയങ്ങളിൽ അനാവശ്യമായി ബഹളം വെച്ചുകൊണ്ട്, കാരണം ഒരു സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരുന്നത് പെഗാസസ് എന്ന വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു. അടുത്തിടെ നമുക്കറിയാം, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ആ വിഷയം പരിഗണിച്ചുകൊണ്ട് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കൃത്യമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ സുപ്രീം കോടതി നിരീക്ഷണവും ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടായിരുന്നു ഒരു സഭാ സമ്മേളന കാലയളവ് മുഴുവൻ പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിയത്. അത്തരത്തിൽ ഈ വർഷകാല സമ്മേളനത്തിൽ ആദ്യം ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആ വിഷയത്തിന്മേൽ ചർച്ച നടക്കുമ്പോൾ അതിൽ പോലും പങ്കെടുക്കാതെ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടു. നിലവിൽ ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം തുടർച്ചയായി ബഹളം വയ്ക്കുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ്. ബീഹാറിൽ മരിച്ചുപോയ ആളുകൾ, കൂടാതെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറിയിട്ടുള്ളവർ, ഇവരെല്ലാം വോട്ടർ പട്ടികയിൽ ഇടം നേടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് അനർഹരായ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്ന നടപടിയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. എന്നാൽ അതിനെപ്പോലും എതിർക്കുന്ന സമീപനവും നിലപാടും ചോദ്യം ചെയ്യുന്ന നിലപാടുമാണ് രാജ്യത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.